ബോസ്, എന്താണ് സംഭവിച്ചത്? ഡോക്ടർ ചാപ്പുവിനെ ആരോ കൊന്നു. അതോ പാച്ചുവധക്കേസിൽ പിടിക്കപ്പെടുന്നതായപ്പോൾ സ്വയം കഴുത്ത് മുറിച്ച് മരിച്ചതാണോ? അല്ല, മറ്റാരോ കൊന്നതാണ്. കഴുത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച് നിഷ്ഠൂരമായി കൊന്നു. അറിയില്ല. നമ്മൾ ഓടി വരും മുമ്പ് കൊലയാളി രക്ഷപ്പെട്ടിരിക്കുന്നു. എനിക്ക് ചില സംശയങ്ങൾ ഇപ്പോൾ തോന്നുന്നു. എന്റെ മനസ്സിലും ആ ഒരു സംശയമുണ്ട് ദീപു. ഊർജ്ജതന്ത്രത്തിനുള്ള ഈ വർഷത്തെ നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കാണെന്നറിയാമോ? അറിയാം ബോസ്. വരൂ, നമുക്കുടനെ ഡോക്ടർ പാച്ചു കൊല്ലപ്പെട്ട ആ പ്ലാവിന്റെ അടുത്ത് പോകണം. ശരിയമോ, വരൂ, നമുക്ക് അങ്ങോട്ട് പോവാം. വരൂ, നമുക്കൊന്ന് ഇതിന്റെ മുകളിൽ കയറി നോക്കാം. യെസ്, അത് തന്നെ, നമുക്കുറപ്പിക്കാം. ടൈഗർ സർ, മുയൽവധ കേസിന്റെ അന്വേഷണം ഏത് ഘട്ടത്തിലാണിപ്പോൾ? അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണിപ്പോൾ. പാച്ചുമുയലിനെ വധിച്ചത് ഡോക്ടർ ചാപ്പു ആണെന്ന് വാർത്ത വന്നിരുന്നു. എന്നാൽ ഡോക്ടർ ചാപ്പുവും ഇപ്പോൾ നിഷ്ഠൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ കേസിന്റെ ഗതി എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ചാപ്പു കൊല്ലപ്പെട്ടതോടുകൂടി പാച്ചുവധ കേസിന്റെ അന്വേഷണം വഴിമുട്ടുമെന്ന് തോന്നുന്നുണ്ടോ? വഴിമുട്ടില്ല എന്നു മാത്രമല്ല, അത് ഞങ്ങളെ കൊലയാളിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആരാണ് കൊലയ്ക്ക് പിന്നിൽ? ഞങ്ങൾക്ക് കൊലയാളിയെ മനസ്സിലായി കഴിഞ്ഞു. അവന്റെ താവളം തേടി ഞങ്ങൾ പുറപ്പെടുകയാണ്. നാളെ വൈകിട്ട് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഞാൻ കൊലയാളികളെ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരും. പ്രിയരെ, നിങ്ങൾക്കറിയാമല്ലോ, കുറച്ചു ദിവസങ്ങളായി മുയൽ വധക്കേസിന്റെ അന്വേഷണത്തിലായിരുന്നല്ലോ ഞങ്ങൾ. പാച്ചുമുയലിന്റെ ഭാര്യ അമ്മിണിയുടെ വെറും ഒരു സംശയത്തിന്റെ പേരിലാണ് ഇതൊരു കൊലപാതകമാണോ എന്ന് ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയത്. ഡോക്ടർ പാച്ചുവിന്റെ ഡയറിയിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും സയന്റിസ്റ്റുമായ ഡോക്ടർ ചാപ്പുവിനെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ് ഇത് ഒരു കൊലപാതകമാണ് എന്ന് അമ്മിണി സംശയിക്കാൻ കാരണമായത്. എന്നാൽ ഞങ്ങൾ ഡോക്ടർ ചാപ്പുവിനെ കണ്ടപ്പോൾ അദ്ദേഹം മനസ്സിന്റെ സമനില തെറ്റിയ നിലയിലായിരുന്നു. ഈ കേസ് അവിടെ വഴിമുട്ടുമെന്ന് തോന്നിച്ചതാണ്. ഡോക്ടർ പാച്ചുവിന്റെ ഡയറിയിൽ കോഡ് ഭാഷയിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഡീകോഡ് ചെയ്താൽ എന്തെങ്കിലും തുമ്പ് കിട്ടുമെന്ന് ഞങ്ങൾ ഊഹിച്ചു. അത് ഡീകോഡ് ചെയ്യാൻ ഡോക്ടർ ചാപ്പുവിന് സാധിച്ചേക്കും എന്ന് ഞങ്ങൾ ഊഹിച്ചു. ഞങ്ങളുടെ ഊഹം ശരിയായിരുന്നു. സമനില തെറ്റിയ നിലയിലായിരുന്നെങ്കിലും ആ കോഡ് ഭാഷ കണ്ടപ്പോൾ അദ്ദേഹം ആവേശത്തോടെ അത് ഞങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തന്നു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, തൊട്ടടുത്ത നിമിഷം ഡോക്ടർ ചാപ്പു കൊല്ലപ്പെട്ടു. പക്ഷേ അപ്പോഴേക്കും കൊലയാളിയെക്കുറിച്ച് ഞങ്ങൾക്ക് ചില സൂചനകൾ ലഭിച്ചിരുന്നു. ഡോക്ടർ പാച്ചുവിന്റെ ഡയറിയിൽ കോഡ് ഭാഷയിൽ എഴുതിയിരുന്നത് വൈദ്യുതിയുടെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ്. അപ്പോഴാണ് ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കാര്യം ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നത്. ഇത്തവണ ഊർജ്ജതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ആ കണ്ടുപിടുത്തത്തിനാണ്. ഡോക്ടർ പാച്ചു കോഡ് ഭാഷയിൽ തന്റെ ഡയറിയിൽ എഴുതിയ അതേ കണ്ടുപിടുത്തത്തിന്. സത്യത്തിൽ പാച്ചുവിന്റെ കണ്ടെത്തലുകൾ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഈ കഥയിലെ വില്ലൻ പാച്ചുവിനെ കൊലപ്പെടുത്തിയത്. മാത്രമല്ല, അന്വേഷണം ഒരിക്കലും തന്നിലേക്കെത്താതിരിക്കാൻ ആ കൊലയാളി ഡോക്ടർ ചാപ്പുവിനെയും കൊലവരുത്തി. ആരാണ് കൊലയ്ക്ക് പിന്നിൽ? അതിഭീകരമായൊരു പോരാട്ടത്തിലൂടെയാണ് ഞാൻ അവനെ പിടികൂടിയത്. പ്രൊഫസർ പെരുന്തച്ചൻ, നിങ്ങൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? പുറത്തു വരൂ. നിന്നെ തേടി ഞാനിതാ വന്നിരിക്കുന്നു. ഈ ടൈഗർ പോലീസ്, പുറത്തു വരൂ. ആരാണവൻ? അവൻ മറ്റാരുമല്ല, ഈ വർഷത്തെ നോബൽ പ്രൈസ് ജേതാവ് പ്രൊഫസർ പരുന്തച്ചൻ. അതെ, പ്രൊഫസർ പരുന്തച്ചൻ. തന്റെ കാൽനകം കൊണ്ട് കഴുത്തിൽ ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചാണ് ഡോക്ടർ ചാപ്പുവിനെയാ കൊന്നത്. അതേ മട്ടിൽ തന്നെയാണ് ചാക്കയുടെ ഞെട്ടും മുറിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി, ഈ കേസന്വേഷണം ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾ ഒരു അപകടത്തിൽപ്പെട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. സത്യത്തിൽ അതും പ്ലാൻ ചെയ്തത് ഈ പരുന്തച്ചനായിരുന്നു. ഞങ്ങളുടെ ജീപ്പിന്റെ ടയർ അള്ളുവെച്ച് പൊട്ടിച്ചത് ഇയാളാണ്. ഓ,
ടൈഗറിന്റെ ബുദ്ധി അപാരം. ചക്ക വീണു, മുയൽ ചത്തു. ദീമു, അല്ല, അങ്ങനെ പറയിപ്പിക്കാതെ ബോസ് ഒരു കേസ് തെളിയിച്ചിരിക്കുന്നു. അങ്ങനെ പറ.